കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. കേന്ദ്ര നിയമങ്ങൾ മൂലം അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ കഴിയുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്ര വനം മന്ത്രാലയത്തിനെ നിലവിൽ സംസ്ഥാന വനം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര നിയമങ്ങൾ മൂലം കാട്ടുപന്നികളെ വെടിവെക്കാനാകുന്നില്ല. നിലവിൽ പഞ്ചായത്തുകൾക്ക് ഇത്തരത്തിൽ അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ നിവേദനത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്ന് ജനവാസ മേഖലകളെ മാറ്റണം. പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് പാമ്പാലി സെറ്റിൽമെന്റുകളെയും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മന്ത്രിയെ കണ്ടത് വനം മന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും കൂടിയാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നും വനം നിയമത്തിൽ, വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നും തന്നെയാണ്. കാരണം മനുഷ്യമൃഗ സംഘർഷം അടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കൂടുതൽ വേണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ കേരളത്തിലെ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിവേദനമാണ് കേന്ദ്രത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്.